അനിമോളും പ്രവീണും തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴി അനിമോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നെവിനും സാമോനും കൂടി ഇരിക്കുന്നു. അപ്പോൾ അനിമോൾ പെട്ടെന്ന് നെവിനെ നോക്കിയിട്ട് പറയും, കാട്ടുപോത്ത് ഇരിക്കുന്ന കണ്ടോയെന്ന് പറയും. ഉടനെ നെവിൻ ഓടി വന്നിട്ട്, ആരാടി കാട്ടുപോത്ത്, ആരാടി, നിനക്ക് എന്നെ കാണുമ്പോൾ അസൂയാണ്, എനിക്ക് സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ ഉള്ളതിൻ്റെ അസൂയാണെന്ന് പറയും. അപ്പം അനിമോളടുത്ത് പറയും, നിനക്ക് ഇതൊന്നും തന്നിട്ടില്ലല്ലോ. ഉടനെ അനിമോൾ പറഞ്ഞ്, എനിക്ക് പിന്നെ നിന്നെ കാണുമ്പോൾ അസൂയപ്പെടാൻ പറ്റിയത്, എനിക്ക് നിന്നെക്കാൾ നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറയുമ്പോൾ നിവിൻ ചോദിക്കുക, എവിടെയാണ് ഈ സൗന്ദര്യം ഇരിക്കുന്നത്, നിൻ്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ, കുറേ പുട്ടി വാരി നീ രാവിലെ ആകുമ്പോഴത്തേക്കും തേക്കും. അപ്പോൾ പറഞ്ഞ്, ഞാനൊന്നും ഇപ്പോൾ തേച്ചിട്ടില്ല, നീ കണ്ണെഴുതിയിട്ടില്ലേ, മസ്കാര ഇട്ടിട്ടില്ലേ, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞ്, ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, എൻ്റെ നാച്ചുറൽ സൗന്ദര്യമാണെന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ നാച്ചുറലായിട്ട് നിന്നെ കാണാൻ കൊള്ളത്തൊന്നുമില്ല, വെളുപ്പിനെ 5 മണിക്ക് എണീറ്റ് നീ പുട്ടിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരൊക്കെ മുമ്പേ എണീറ്റിട്ട്, നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് നെവിൻ പറയുകയാണ്. എന്നിട്ട് നെവിൻ വേറൊരു വാക്ക് പ്രയോഗിക്കുമ്പോൾ അനീഷ അവിടെ ഇരുന്നിട്ട് പറയും, ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ, ബാഡായിട്ടുള്ളതൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നെവിൻ അനീഷിനോട് പറയും, ഇത് തന്നെയാണോ താനോടും പറയുന്നത്, താനൊരു കാര്യം 10 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, താൻ തൻ്റെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നെവിൻ അനിമോളോട് പറയും, നീ ഇങ്ങനെ എല്ലാവരുടെയും ചോര കുടിക്കുന്ന ഒരു രാക്ഷസിയാണ് എന്ന് പറയുമ്പോൾ നെവിനോട് പറയും, നിന്നെ ഞാൻ വലിയൊരു ചരുവത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നിന്നെ പൊരിച്ചു കോരുമെന്ന് പറയും. രസകരമായ വഴക്കുകളാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ വീണ്ടും അനീഷ് ഇങ്ങനെ പറയാൻ തുടങ്ങിയിരിക്കുമോ ഇവരുടെ നേരെ. അപ്പോൾ നെവിൻ പറയും, ഇയാളെ ഈ പ്രാവശ്യം എന്തായാലും ജയിലിലിടും, ഇയാളെ മസ്താനിയും കൂടെ, അതിനുള്ള നീക്കങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും, കണ്ടോ താൻ ഈ പ്രാവശ്യം ജയിലിൽ കിടക്കും മസ്താനിയുടെ കൂടെ എന്നും പറഞ്ഞ് അനീഷിനെ ചൂടാക്കുന്ന. അങ്ങനെ ഒരു ഫണ്ണി വഴക്ക് അനിമോളും നെവിനും